ഞങ്ങളുടെ അപ്പൂപ്പന് രണ്ടാൺമക്കളായിരുന്നു, പത്മനും കുമാരൻ. പത്മൻ വെളുത്തു സുന്ദരൻ, കുമാരൻ വല്യച്ഛൻ ജന്മനാ മന്ദനായിരുന്നു. മന്ദനോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്, ഐ മീൻ ബ്ലൈൻഡൻ. അങ്ങനെ കുമാരൻ വല്യച്ഛൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിശാഗന്ധി അമ്മൂമ്മയെ കല്യാണം കഴിച്ചു. അച്ഛൻ പത്മൻ കുഞ്ചിയമ്മയെ കല്യാണം കഴിച്ചു. കുഞ്ചിയമ്മക്ക് 5 മക്കളായിരുന്നല്ലോ. 5ാമനോന് കുഞ്ചു ഞാനായിരുന്നു. കുമാരൻ വല്യച്ഛനെ 101 മക്കൾ. 101 മക്കൾ? 11 മക്കൾ. പെട്ടെന്ന് തന്നെ ഗോവിന്ദണ്ണം പോയി ലതി ചേച്ചിയെ കല്യാണം കഴിച്ചു. പക്ഷേ പ്രശ്നം അവിടെയൊന്നുമല്ലായിരുന്നു. ചീട്ടുകളിയിലാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. പരന്തു അവരും നമ്മളുമായിട്ട് എപ്പോഴും ചീട്ടുകളിയായിരുന്നു. കളിയോട് മുടിഞ്ഞ കളി, പിന്നാറക്കളി. വാസുവണ്ണൻ രമണി ചേച്ചി വരെ പണയം വെച്ച ചീട്ടുകളി. കളിയിൽ നമ്മൾ തോറ്റു. അവര് രമണി ചേച്ചിയുടെ സാരി വെച്ചു. അപ്പൊ നമ്മുടെ അകന്ന ബന്ധു കൃഷ്ണകുമാർ മാമൻ വന്ന് ചേച്ചിക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു. അന്ന് അവിടെ നിന്ന് ഇറങ്ങി 14 വർഷം ദുബായിൽ ജീവിച്ചു, വനവാസം. ആ പൈസക്ക് വീടും വെച്ചു. അപ്പൊ അമ്മാവന്മാരെല്ലാം വീണ്ടും പ്രശ്നത്തിൽ വന്നു. അവസാനം യുദ്ധമായി. യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? അല്ല, അടി, അടിയോടടി, മുടിഞ്ഞടി. ഉത്തരിക്കണ്ട മൈതാനത്തിൽ എന്റെ പൊന്നോ പോരിഞ്ഞടി. അടിയിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്പ് കൊണ്ട് വീണു. അമ്പ് കൊണ്ടോ? അല്ല, കമ്പ് കൊണ്ട് വീണു. എന്നിട്ടും ചത്തില്ല. 18 ദിവസം അപ്പൂപ്പൻ ചർച്ചയിൽ കിടന്നു. ശരശയ്യയിലോ? അല്ല, ഐസിയുലി. പക്ഷേ നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ.